ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴേ ഈ അലാം ബെല്ല് കേട്ട് കഴിയുമ്പോൾ ഉള്ളൊരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ. ഒരു കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാൻ തോന്നും അല്ലേ? ഇന്ന് രാവിലെ ഇപ്പം പാപ്പീനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഞാൻ അലാം വെച്ച് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നേ, ഈ നമ്മുടെ ലൈഫിൽ ഈ അലാം ടോൺ നമ്മുടെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും ആ അലാം ടോൺ മാറിക്കൊണ്ടിരിക്കും അല്ലേ? പക്ഷേ ഓരോ സമയത്തെയും നമ്മൾ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ആ അലാം ടോണിന് നമ്മുടെ ആ സമയത്തെ മെമ്മറികളുമായിട്ട് നല്ല കണക്ഷനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു അലാം ടോൺ എത്ര വർഷങ്ങൾക്ക് ശേഷം ഞാനിതിനി എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഈ ഒരു ടൈം പീരീഡുമായിട്ടുള്ള ഒരു മെമ്മറീസ് അങ്ങ് ഫ്ലാഷ് ചെയ്യും. രാവിലെ എഴുന്നേൽക്കുന്നു, പാപ്പീനെ സ്കൂളിൽ വിടാൻ നോക്കുന്നു, പിള്ളേരുടെ കാര്യം നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. ഈ ഒരു സമയത്തെ കാര്യങ്ങൾ, നമ്മൾ ഈ സമയത്ത് താമസിച്ചിരുന്ന സ്ഥലം, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പെട്ടെന്നൊരു മെമ്മറി വരും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാവർക്കും അങ്ങനെ തോന്നുന്ന ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, 2005-2010 സമയത്താണ് നേഴ്സിംഗ് പഠിക്കുന്നത് നാട്ടിൽ. ഞാൻ കട്ടപ്പന സെൻറ്റ് ജോൺസിലാണ് നേഴ്സിംഗ് പഠിക്കുന്നത്. അതൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു, അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോഴത്തേനും അന്ന് ഫോളോ ചെയ്തിരുന്ന ആ ഒരു നിയമങ്ങളും ആ ഒരു ഡിസിപ്ലിനും ഒക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് നമുക്ക് ലൈഫിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യമായിരുന്നു എന്ന് ഇപ്പോഴത്തെ ബോധത്തിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അന്ന് ഒരു 17-18 വയസ്സുള്ള ഒരു സമയത്ത് നമുക്ക് അത് എന്താ പറയണ്ടേ, ആ സെൻസിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ആ സമയത്ത് ഒരുപാട് അഫക്റ്റ് ചെയ്തിരുന്ന, ഒരുപാട് വിഷമിച്ചിരുന്നൊരു കാര്യമായിരുന്നു. നമുക്കങ്ങനെ എപ്പോഴും വീട്ടിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. നമ്മുടെ വീട് ഇപ്പം നഴ്സിംഗ് കോളേജിനോട് എത്ര അടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേ സ്കോളേഴ്സ് ആവാനായിട്ട് അന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹോസ്റ്റലിൽ തന്നെ നിർബന്ധമായിട്ട് നിന്ന് പഠിക്കണം. അപ്പം നമ്മളൊക്കെ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഹോസ്റ്റൽ ജീവിതം ഭയങ്കര അടിപൊളിയായിരിക്കും. ഹോസ്റ്റൽ ജീവിതം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ചിന്തിക്കുമ്പോൾ ഒരുപാട് ചെറിഷിങ് മെമ്മറീസ് ഉള്ള ഒരു സമയമാണ് ഹോസ്റ്റൽ ലൈഫ്. പക്ഷേ ആ ഒരു സമയത്തുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് മാറുന്ന ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു വേദനയായിരുന്നു ആ ഒരു സമയത്ത് കേട്ടോ. വീട്ടിലെ ഫുഡ്, അപ്പ, നമ്മുടെ സഹോദരങ്ങൾ എല്ലാം വിട്ട് നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ വിട്ടിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ എന്താ പറയണ്ട, ഒരു റെഗുലറായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കണ്ടീഷൻസിലോട്ട് നമ്മൾ മാറും. അത് ആ ഒരു ഏജിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം നേഴ്സിംഗ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നേഴ്സിംഗ് പഠിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിച്ചിരുന്ന ആൾക്കാർക്കറിയാം, അവർ വളരെ ചിട്ടയോടെയാണ് അവർ ആ ഒരു സ്ഥാപനം കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ആ ഒരു സമയത്ത് നമുക്കതൊരു നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കങ്ങനെ എപ്പോഴും വീട്ടിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവരുടെ ഒരു റൂൾ അനുസരിച്ചിട്ട് വർഷത്തിൽ ഒരു ലീവാണുള്ളൂ കേട്ടോ. അത് ആനുവൽ ലീവാണ്. അത് 30 ദിവസത്തെ ഒരു ലീവ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു വർഷം ചെയ്ത് തീർക്കാനുള്ള പ്രൊസീജിയേഴ്സ്, വൈവ, നമ്മുടെ അസൈൻമെൻറ്റ്സ് എല്ലാം ചെയ്ത് തീർത്ത് എല്ലാം ഫിനിഷായി കഴിയുമ്പം നമ്മളെ ഒരു മാസത്തേക്ക് നമ്മൾ വീട്ടിലോട്ട് വിടും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വൈവ ആവട്ടെ, പ്രൊസീജിയേഴ്സ് ആവട്ടെ, എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ എന്നത് തീർക്കുന്നോ അന്നേ വിടത്തുള്ളൂ. അപ്പം പിന്നെ നമുക്ക് ഒരു മാസം കിട്ടത്തില്ല. അപ്പം ആ ഒരു മാസത്തിൽ നിന്ന് ഇങ്ങനെ ഡേയ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ആ ഒരു വർഷത്തെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി നടന്ന് നമ്മൾ വൈവയും പ്രൊസീജിയറും എല്ലാം ചെയ്ത് തീർക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വീട്ടിൽ പോകണം. ഒരു മാസം ആ 30 ദിവസം തികച്ച് നമുക്ക് വീട്ടിൽ പോകണം, അതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ആശിച്ച് നോറ്റിരുന്ന് വീട്ടിൽ പോകും. നമുക്കറിയാം ഒരു മാസം, ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് നാട്ടിൽ പോകുമ്പോൾ നമുക്കറിയാം ഒരു മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തിങ് ആണല്ലേ. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ഇങ്ങനെ നോക്കി, ഒരു വർഷം മുഴുവൻ നോക്കിയിരുന്നിട്ട് നമ്മളൊരു ലീവിന് പോകുമ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുമല്ല. നമുക്ക് കുറേ ബന്ധുവീടുകളിലൊക്കെ പോയി ഷോപ്പിങ്, ഇതെല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും കേട്ടോ. അപ്പം ഈ ലീവിന് പോയി അവസാനത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും വിചാരിക്കും, അയ്യോ ലീവ് തുടങ്ങണ്ടായിരുന്നു, ഇങ്ങനെ ലീവ് വരും ആ നോക്കിയിരിപ്പായിരുന്നു രസം എന്ന് തോന്നുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ ഭയങ്കര ചില്ലാണ്. നമ്മളിങ്ങനെ ഇനിയുണ്ട് സമയം. എനിക്കുണ്ട ലീവിൽ വീട്ടിൽ വരുന്ന ഫസ്റ്റ് ഡേ മുതൽ എണ്ണി തുടങ്ങും കേട്ടോ. ഇനി 29 ദിവസം, ഇനി 28 ദിവസം, ഇനി 27 ദിവസം, അങ്ങനെ എണ്ണും. ഫൈനലി എൻ്റെ അമ്മ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസ് മാറും കേട്ടോ. പയ്യെ മുഖമൊക്കെ വാടാൻ വേണ്ടിയിട്ട് തുടങ്ങും. എപ്പോഴും സങ്കടവും ദേഷ്യവും, പിന്നെ അങ്ങ് ഒരു രക്ഷയില്ലാതെ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ലാത്തൊരവസ്ഥയാവും. അത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും അഫക്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ മെൻ്റലി തിരിച്ച്
പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലോട്ട് എത്തും. അപ്പം എന്നാ പറയണ്ടേ, പിന്നെ നമ്മൾ ഈ ഒരു വർഷം ഇങ്ങനെ നോക്കിയിരിക്കണം ഈ ഇത്രയും നാളൊന്ന് വീട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ലീവ് തീരുന്ന അന്ന് രാവിലെ 7:30 നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അകലെയുള്ള പിള്ളേരൊക്കെ എന്നാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം വരും. അപ്പോൾ എൻ്റെ വീട് ഹോസ്റ്റലിനടുത്തായിരുന്നത് കൊണ്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് പോവാറ്. അപ്പം രാവിലെ 7:30 ആകുമ്പോഴത്തേനും അവിടെ ചെന്നാൽ മതി. അപ്പം ഈ രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയിട്ടേ ഞാൻ മമ്മിയുടെ ഫോണ്, അന്ന് നമുക്കൊന്നും മൊബൈൽ ഫോണില്ല, നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മമ്മിക്കൊരു പഴയ നോക്കിയയുടെ ഒരു ഫോണായിരുന്നു കേട്ടോ, ടച്ച് സ്ക്രീനൊന്നും അല്ല. എനിക്കത് മോഡലൊന്നും ഞാൻ മറന്നു, പക്ഷേ ആ ഫോണിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ഫോണിൽ ഒരു അലാം വെക്കും കേട്ടോ. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാമേ ആ ടോണ്. കേട്ടോ, ഇതാണ് ആ സൗണ്ട് കേട്ടോ, നോക്കിയ ഫോണിൻ്റെ ആ അലാം സൗണ്ട്. അപ്പോൾ അത് ആ അലാം ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേനും അടിക്കുമ്പോഴുണ്ടല്ലോ, ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ ഇപ്പം അത് ഓർക്കുമ്പം ഇപ്പോഴും വിഷമമാണ്. കാരണം ഇങ്ങനെ ചങ്ക് പറഞ്ഞു പോകുന്നൊരു വിഷമമാണ് കേട്ടോ. അതായത് പോവുകയാണ്, വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്, ഇനി ഈ നോക്കിയിരിപ്പാണ്. അയ്യോ, ഇന്നലെ വരെ രാവിലെ സുഖമായിട്ട് 10 മണി 11 മണി വരെ കിടന്നുറങ്ങി, രാവിലെ മമ്മി ഓരോ നേരം ഓരോരോ ഫുഡ് ഉണ്ടാക്കി തരുന്നു, എല്ലാം സുഖമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ നിന്ന് മാറി പിന്നെ ഡ്യൂട്ടി, ക്ലാസ്, പ്രൊസീജിയേഴ്സ്, വൈവ, ആ ഒരു ഇതിലോട്ട് മാറുന്നു. ആദ്യത്തെ അലാം അടിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ആ രാത്രിയിലൊന്നും ഉറങ്ങത്തില്ല കേട്ടോ. ഒരു തലേദിവസം ഒരു 2 ദിവസം മുന്നേ മുതലൊന്നും ഉറക്കമൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ ഈ ചിന്തയും വിഷമം രാത്രി മുഴുവൻ ഇരുന്ന് കരയും. അപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും കൂടെ ആയിരിക്കും കിടക്കുന്നത് കേട്ടോ അവസാന ദിവസങ്ങളിൽ, ഞാൻ ഹോസ്റ്റലിലോട്ട് പോകാൻ അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ ആദ്യത്തെ അലാം ബെൽ കേൾക്കുമ്പോഴത്തേനും മമ്മി എഴുന്നേക്കും. അപ്പോൾ മമ്മി എഴുന്നേൽക്കുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് പോകും. അപ്പം പിന്നെ ഇങ്ങനെ ഒരു 2-3 അലാം ബെല്ല് കേട്ട് കഴിയുന്ന സമയത്താണ് മമ്മി ഓരോ തവണ അലാം അടിക്കുമ്പോഴും വന്ന് വിളിക്കും. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് കരഞ്ഞ് കാറി കൂവി എഴുന്നേക്കും. അപ്പോഴത്തേനും വീട്ടിലെല്ലാവരും എഴുന്നേക്കും. എല്ലാവരും ആ ഒരു സങ്കടത്തിൻ്റെ ഒരു മൂഡാണ് കേട്ടോ. ഈ അമ്മമാർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ മാക്സിമം നമ്മളെ കഴിപ്പിച്ചിട്ട് വിടുക. നമുക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് 5 മണിക്കൊന്നും എഴുന്നേറ്റിട്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഹോസ്റ്റലിൽ പോകാൻ വിഷമിച്ചിരിക്കുന്ന സമയത്തൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു ഗ്ലാസ് കോഫി കുടിക്കാൻ പോലും തോന്നത്തില്ല. പക്ഷേ അത് മമ്മിയുടെ ഒരു സന്തോഷം, മമ്മിയുടെ ഒരു ഇതായിരുന്നു. എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ തലേദിവസം മുതൽ ഉണ്ടാക്കുക, രാവിലെ ഉണ്ടാക്കുക, എന്നിട്ട് അതൊക്കെ കഴിപ്പിച്ചിട്ട് വിടുക. അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അതെല്ലാം പൊതിഞ്ഞ് തന്ന് ഹോസ്റ്റലിലോട്ട് വിടുക. അപ്പം മമ്മി അങ്ങനെ പാവം കരഞ്ഞുകൊണ്ട് ആയിരിക്കും ഓരോന്നും ഉണ്ടാക്കുകയും ഒക്കെ പൊതിഞ്ഞ് കിട്ടുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എണീറ്റ് ചെന്നിട്ട് അവിടെ അടുക്കളയിൽ പോയി മമ്മിയുടെ അടുത്ത് ഇങ്ങനെ കുത്തിയിരിക്കും. നമ്മൾ കുറേ നേരം ഇങ്ങനെ പോകാതിരിക്കാൻ പറ്റത്തില്ല, പക്ഷേ മനസ്സ് തീരെ അനുവദിക്കുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുമായിരുന്നു കേട്ടോ. അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും, ആ ഒരു സമയമൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും അന്ന് ഞാൻ ഓർക്കുക ചെയ്തത്, ഇപ്പോഴും ഞാൻ വിചാരിക്കും നമ്മളിപ്പം അതിനേക്കാൾ കൂടിയ സുഖസൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത്. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, അന്ന് നമ്മുടെ വീട്ടിൽ ആ അവധിക്ക് പോയിട്ട് ഞാൻ കണ്ടല്ലോ, എൻ്റെ ഒരു റൊട്ടീനായിരുന്നേ, വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ വീട്ടിലെ ചൂടും വെള്ളത്തിൽ ഒരു നല്ല കുളി, വീട് കഴിക്കുക, പപ്പയുടെയും മമ്മിയുടെയും കട്ടിലേക്ക് കയറിയിട്ട് അവർ പുതയ്ക്കുന്ന ബ്ലാങ്കറ്റ് മൂടി പുതച്ച് കിടന്നുറങ്ങുക. അതൊരു ഭയങ്കര ഫീലാണ് കേട്ടോ. പിന്നീട് ഒരിക്കലും അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഉറക്കമോ ആ ഒരു കിടപ്പോ പിന്നീട് ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഒരു ബേജ് കളർ ഒരു ബ്ലാങ്കറ്റ് ആയിരുന്നു കേട്ടോ, ഒരു വലിയ ബ്ലാങ്കറ്റ്. അതിനകത്ത് മൂടി പുതച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സേഫ്റ്റിയും കംഫർട്ടും സുഖവും പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. വീട് ഒരു നോസ്റ്റാൾജിയാണ്, മിസ്സിങ് ആണ് അല്ലേ. നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ വലിപ്പവും മഹത്വവും ഒക്കെ എത്ര വലുതാണ്. അത് എത്ര ചെറിയ വീടായിക്കൊള്ളട്ടെ, എത്ര വലിയ വീടായിക്കൊള്ളട്ടെ, എന്ത് സൗകര്യം ഉണ്ടായിക്കോട്ടെ ഇല്ലായിക്കോട്ടെ, നമ്മുടെ പേരൻസിൻ്റെ കൂടെ നമ്മൾ കുഞ്ഞായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലം അല്ലേ, അത്രയും മനോഹരമായിട്ടുള്ളൊരു സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ല. അത് ഓരോന്നും നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാവുന്നത്. എനിവേ, അങ്ങനെയുള്ള ഒരുപാട് മെമ്മറീസ് ഈ ഒരു എത്ര സെക്കൻഡ്സ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. ഒരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ 15 സെക്കൻഡ്സ് ഒരു അലാമായിരിക്കും ഞാൻ ഇന്ന് രാവിലെ യൂട്യൂബ് എടുത്ത് കേട്ടത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എൻ്റെ മനസ്സിലൂടെ ഫ്ലാഷ് ചെയ്ത് ഇത്രയും മാത്രം കാര്യങ്ങളാണ്. പെട്ടെന്ന് എന്താ പറയണ്ട, ഒരു കലുഷിതമായ മാനസികാവസ്ഥ നമുക്ക് പെട്ടെന്ന്, അയ്യോ ഹോസ്റ്റല്, പഠിത്തം, ഇങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട്, വീട്ടിൽ നിന്നുള്ള പോക്ക് എല്ലാം കൂടെ കൂടിയിട്ട് ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ച ആ ഒരു
മാനസിക സമ്മർദ്ദം പെട്ടെന്ന് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കുക ചെയ്ത് ഒരു ചെറിയൊരു കാര്യത്തിന് നമ്മുടെ ലൈഫിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണുള്ളതെന്നെ കുഞ്ഞൊരു സൗണ്ടിന് അല്ലെങ്കിൽ ഒരു സെക്കൻഡ്സ് മാത്രം നീണ്ടു നിൽക്കുന്ന ആ ഒരു സൗണ്ട്സിന് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ആണുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കാണുമായിരിക്കും അല്ലേ? ഓരോ ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു ചെറിയ സൗണ്ട് ആയിക്കൊള്ളട്ടെ, അല്ലെ ചെറിയൊരു ആക്ടിവിറ്റി ആയിക്കൊള്ളട്ടെ, ചെറിയ എന്തെങ്കിലും വളരെ മൈന്യൂട്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്ന ഓരോ കാര്യത്തിനും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള വലിയ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ചെറിയ മൊമെൻറ്റും തീരെ ചെറുതല്ലേ എന്ന് വിചാരിച്ച് അതിനെ വിട്ടുകളയാതെ എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു.